ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 സെപ്റ്റംബർ 2-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സ്കീമിനെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് നോക്കാം. ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDT ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സ്കീം 2022 to reduce litigations and provide relief to eligible taxpayers. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് DRS എന്ന് പറയുന്ന ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2022 ഈ സ്കീം വരുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ടാക്സ് പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്റിഗേഷൻസ് കുറയ്ക്കുക, അതായത് വ്യവഹാരങ്ങൾ കുറച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സിന് ആവശ്യം വേണ്ട റിലീഫുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. Under this scheme, taxpayers can file applications electronically for dispute resolution with dispute resolution committees across 18 regional jurisdictions. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ കിട്ടുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് പേയേഴ്സിന് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ടാക്സ് പേയേഴ്സിന് ഫയൽ ചെയ്യാൻ പറ്റും. എവിടെയാണ് ഫയൽ ചെയ്യുന്നത്? ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റീസ് അഥവാ DRCs അതിനു വേണ്ടി CBDT കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 18 റീജിയണൽ ജൂറിസ്ഡിക്ഷൻസ് ആണ് ഈ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റീസിനുള്ളത്. അപ്പോൾ ഈ ഒരു 18ഓളം റീജിയണൽ ജൂറിസ്ഡിക്ഷനിൽ ടാക്സ് പേയേഴ്സിന് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് റെസൊല്യൂഷൻ ചെയ്യാൻ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ടാക്സ് പേയേഴ്സിന് ഫയൽ ചെയ്യാൻ പറ്റും. DRCs can modify orders, reduce or waive penalties and must issue decisions within 6 months from the end of the month in which the application is submitted. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ DRCകൾക്ക് അഥവാ ഈ കമ്മിറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ ടാക്സ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ഈ ഒരു ടാക്സ് പേയറിന് വന്നിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് എന്തെങ്കിലും പെനാലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വേവ് ഓഫ് ചെയ്യുക, അതുപോലെ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ DRCകൾക്ക് പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്ത ആ ഒരു മന്തിന്റെ എൻഡ് മുതൽ നെക്സ്റ്റ് 6 മന്ത്സിനകത്ത് ഇത്തരം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Applications are submitted online through the Income Tax Department's portal using form number 34BC. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓൺലൈൻ പോർട്ടലിൽ കൂടെയാണ്. ഫോം നമ്പർ 34BC വഴിയാണ് ഇത്തരം ആപ്ലിക്കേഷൻസ് ടാക്സ് പേയറിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഈ DRS സ്കീമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മ്യൂണിച്ച് എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് മ്യൂണിച്ച് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. കാരണം ഈ ഒരു സെപ്റ്റംബർ മന്തിലാണ് ഈ ഒരു എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വേൾഡ് വാർ സെക്കൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. The Sudeten crisis emerged from Hitler's demand that the German majority regions of Czechoslovakia, known as Sudetenland, be ceded to Germany. അതായത് ഹിറ്റ്ലർ കുറെ നാളുകളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ ചെക്കോസ്ലോവാക്കിയയിലെ ജർമ്മൻ മെജോറിറ്റി ഏരിയ ആയിട്ടുള്ള സുഡറ്റൻലാൻഡ് ജർമ്മനിയുടെ ഭാഗമാക്കണം എന്നുള്ളത് ഹിറ്റ്ലറിന്റെ കുറെ നാളുകളായിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഡിമാൻഡ് എപ്പോഴും ഇങ്ങനെ മുന്നിട്ട് വെക്കുന്നത് കാരണം ഉണ്ടായിട്ടുള്ള ക്രൈസിസ് ആണ് സുഡറ്റൻ ക്രൈസിസ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. The Munich Agreement was signed on September 29-30, 1938 by Germany, France, Italy and Great Britain. അപ്പോൾ 1938 സെപ്റ്റംബർ 29-30 തീയതികളിലാണ് മ്യൂണിച്ച് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്. ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ ഒപ്പുവെച്ചത്? ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ. Czechoslovakia was not a party to the agreement but was pressurized into accepting it by the signing powers.
അപ്പോൾ ചെക്കോസ്ലോവാക്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതെങ്കിലും ചെക്കോസ്ലോവാക്യ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷെ ഈ സൈൻ ചെയ്തിട്ടുള്ള ബാക്കി രാജ്യങ്ങളുടെ പ്രഷർ കാരണം ഈ ഒരു എഗ്രിമെന്റ് ചെക്കോസ്ലോവാക്യക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. The agreement allowed Germany to annex Sudetenland in exchange for a promise of peace. അതായത് ജർമ്മനി ഈ ഒരു എഗ്രിമെന്റിന് ശേഷം ജർമ്മനി എന്ത് ചെയ്തു? സുഡറ്റൻ ലാൻഡ് അവരുടെ ഭാഗമായിട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് വഴി ജർമ്മനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കില്ല, സമാധാനപരമായി മുന്നോട്ട് പോകുന്നതായിരുന്നു ജർമ്മനി ഈ ഒരു എഗ്രിമെന്റിന് പകരമായിട്ട് ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ വിത്തിൻ 6 months ഹിറ്റ്ലർ വയലേറ്റഡ് ദ എഗ്രിമെന്റ് ബൈ ഇൻവേഡിങ് ദ റെസ്റ്റ് ഓഫ് ചെക്കോസ്ലോവാക്യ. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയിലെ ബാക്കി ഭാഗങ്ങൾ ഇൻവേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദി മ്യൂണിച്ച് എഗ്രിമെന്റ് മീൻ ടു അപ്പീസ് ഹിറ്റ്ലർ ബൈ സേഡിങ് സുഡറ്റൻലാൻഡ് ടു ജർമ്മനി ഫെയിൽഡ് ഡിസാസ്ട്രസ്ലി. അതായത് ഇങ്ങനെ മ്യൂണിച്ച് എഗ്രിമെന്റ് എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു എഗ്രിമെന്റ് ഇതോടുകൂടി വലിയൊരു ഫെയിലിയർ ആയിട്ട് മാറി. On September 1, 1939, German troops invaded Poland, sparking World War II. Britain and France declared war on Germany 2 days later on September 3. അപ്പോൾ ചെക്കോസ്ലോവാക്യനെ മാത്രമല്ല ജർമ്മനി ഇൻവേഡ് ചെയ്തത്. 1939 സെപ്റ്റംബർ 1 ആയപ്പോഴേക്കും ജർമ്മൻ ട്രൂപ്സ് പോളണ്ടിനെയും കൂടി ഇൻവേഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് ആണ് ശരിക്കും വേൾഡ് വാറിന്റെ ഒരു തുടക്കമായിട്ട് പറയുന്നത്. പോളണ്ടിനെ ഇൻവേഡ് ചെയ്തപ്പോൾ പിന്നെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് സെപ്റ്റംബർ 3 അപ്പൊ അങ്ങനെയാണ് വേൾഡ് വാർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മ്യൂണിച്ച് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽസ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു കോൺക്ലേവ് ആണ്, അതിനെ പറ്റി നോക്കാം. ഇന്ത്യ along with ശ്രീലങ്ക, മാൽദീവ്സ് ആൻഡ് മൗറീഷ്യസ് signed a memorandum of understanding and a charter to establish the കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് സെക്രട്ടേറിയറ്റ്. അതായത് 4 രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ്, മൗറീഷ്യസ് ഈ ഒരു 4 രാജ്യങ്ങൾ ചേർന്നിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചാർട്ടർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് സെക്രട്ടേറിയറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഈ ഒരു MOU ചാർട്ടറും ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് സൈൻ ചെയ്തിരിക്കുന്നത്. The Colombo Security Conclave aims to address transnational threats and enhance cooperation in areas like maritime safety, counter-terrorism, cyber security and disaster relief. വിശാലമായിട്ടുള്ള പല മേഖലകളിലും ഈ ഒരു കോൺക്ലേവ് കോപ്പറേഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അതായത് മാരിടൈം സേഫ്റ്റി, പിന്നെ ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, സൈബർ സെക്യൂരിറ്റി, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉള്ള റിലീഫ്, അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു കോൺക്ലേവ് കോപ്പറേഷൻ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ദിസ് ഇനീഷ്യേറ്റീവ് റീഇൻഫോഴ്സസ് ദ കമ്മിറ്റ്മെന്റ് ടു റീജിയണൽ സെക്യൂരിറ്റി അമംഗ് ദീസ് നേഷൻസ്. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം, ഇതിപ്പോ ഈ 4 രാജ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്, നൈബർഹുഡ് കൺട്രീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീജിയണൽ സെക്യൂരിറ്റി ഈ ഒരു ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു കോൺക്ലേവിന്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് LGBTQI+ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കുറെ ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ടിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഓൺ സെക്ഷൻ 377 decriminalized consensual same-sex relationship by ruling that section 377 of Indian Penal Code, which criminalizes such acts, was unconstitutional. അപ്പോൾ LGBTQIA+ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി റൂളിംഗ് ആണ് 2018 പുറത്തു വന്നിട്ടുള്ള സെക്ഷൻ 377 ഓഫ് IPC എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുന്ന വിധി. എന്തായിരുന്നു ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്? അത് സെയിം സെക്സ് മാരേജസ് ക്രിമിനൽ ആക്ടുകളാണ് എന്നാണ് ആ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം
കാര്യങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതായത് അത് ഇനി മുതൽ പറയാൻ പറ്റില്ല. അത്തരം സെയിം സെക്സ് റിലേഷൻഷിപ്സ് എന്താണ് ക്രിമിനൽ ആക്ട്സ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് 2018 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത്. അഥവാ കൺസെൻഷ്യൽ സെയിം സെക്സ് റിലേഷൻഷിപ്സ് സുപ്രീം കോടതി ഡീക്രിമിനലൈസ് ചെയ്യാണ് ഈ ഒരു വിധിയിലൂടെ നടന്ന കാര്യം. പിന്നെ അതിനുശേഷം വന്നത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. 2019 വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട്. അതായത് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ. ഗ്രാൻസ് ലീഗൽ റെക്കഗ്നിഷൻ ടു ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ്. അതായത് നിയമപരമായിട്ടുള്ളൊരു റെക്കഗ്നിഷൻ ഇത്തരം ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിന് ഈ ഒരു ആക്ട് കൊടുക്കുന്നുണ്ട്. പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ ആൻഡ് മാൻഡേറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ്. അതുപോലെ തന്നെ ഈ പല മേഖലകളിലും എഡ്യൂക്കേഷൻ ആയാലും തൊഴിലായാലും ആരോഗ്യ മേഖലയായാലും ഈ മേഖലയിലൊന്നും ഇവർക്ക് വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. അത്തരം വേർതിരിവുകളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ബോർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും ഈ ഒരു ആക്ടിൽ പ്രൊവിഷൻ ആണ്. അപ്പൊ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതും LGBTQIA+ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് 2020 എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. 2020 ഈ ഒരു പോർട്ടൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഫോർ അപ്ലൈയിങ് ഫോർ എ ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഐഡന്റിറ്റി കാർഡ്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് അവർ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും അവർക്ക് ആ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി കാർഡും ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. 2020 അങ്ങനെ ഒരു പോർട്ടൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് 2021 ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. എന്താണ് സ്മൈലിന്റെ ഫുൾ ഫോം? സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ്. അതായത് സ്മൈലിന്റെ ഫുൾ ഫോം സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. 2021 ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? എ സെൻട്രൽ സെക്ടർ സ്കീം ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫോർ the livelihood and enterprise development of marginalized individuals and beggars, including members of LGBTQI+ community. അതായത് LGBTQI+ കമ്മ്യൂണിറ്റികൾ ഉൾപ്പെടെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ട്, അതായത് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പല കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവർക്ക്, അതായത് ബെഗേഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ LGBTQI+ കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള ഇൻഡിവിജ്വൽസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് പുതിയ പുതിയ എന്റർപ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫുൾ ഫോമിൽ തന്നെ നമ്മൾ LGBTQI+ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പ്രത്യേകം പറയുന്നില്ല, മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസിന് ലൈവ്ലിഹുഡ് എന്റർപ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ LGBTQI+ന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.